ഇഷ്യൂ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിവരത്തെ കുറിച്ച് അറിയാവുന്നില്ല, ഇത് വെക്കാൻ പാടില്ലേ എന്നാണ് ചോദ്യം. അത് വല്ല കടയിലും കൊണ്ടുകൊടുത്തപ്പോൾ ഡ്രൈവർ വെപ്പിച്ചായിരിക്കണം, അദ്ദേഹത്തിന് അറിഞ്ഞുകൊണ്ട് ചെയ്യത്തില്ലല്ലോ. അല്ല സർ, സ്വന്തം വാഹനമല്ലേ, അപ്പൊ ശ്രദ്ധിക്കാതിരിക്കുമോ? കാണുന്നതല്ലേ ഡെയിലി. അപ്പൊ മറ്റു പല എന്നെ പോലെ എപ്പോഴും ബോണറ്റ്, എല്ലാ MLA എന്നെ പോലെ എപ്പോഴും ബോണറ്റ് തുറന്നു കൊടുക്കുന്ന നോക്കുന്ന MLA-മാരല്ലല്ലോ. അവര് വണ്ടി വാങ്ങിച്ചു, അവര് രാവിലെ വണ്ടി കയറി ഓട്ടമാണ്. രാവിലെ ഓടാൻ തുടങ്ങിയ ഈ ഡ്രൈവർ ഒരു സ്റ്റൈലിന് വെച്ചതായിരിക്കും. അയാൾ നോക്കിയപ്പോൾ മുഖ്യമന്ത്രിയുടെ വണ്ടിയിലൊക്കെ ഇരിക്കുന്നത് നന്നായിരിക്കട്ടെ എന്ന് ചോദിച്ചു. ഏതായാലും എന്റെ വണ്ടി ഇല്ല, അതെല്ലാം മാഡം അതൊക്കെ അടച്ചോളുന്നതൊക്കെ. ഫൈൻ അടിച്ചാൽ അടയ്ക്കുമല്ലോ. ഇപ്പൊ ഫൈൻ ഇപ്പൊ എനിക്കും കിട്ടാം, മന്ത്രിയാണെങ്കിലും കിട്ടാം. നമ്മൾ ഫൈൻ വരുന്നത് നമുക്ക് എല്ലാവർക്കും വരും. അത് അടച്ചോളും ആൾക്കാർ, കുഴപ്പമില്ല. എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ചോദിക്കാം, അദ്ദേഹത്തോട് വിളിച്ച് ചോദിക്കാം. ഞാൻ കണ്ടില്ല, കാണാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? കാണുകയാണെങ്കിൽ ഞാൻ പറയാം. അല്ല, നിങ്ങൾ ഈ വാർത്ത കൊടുക്കുമ്പോൾ തന്നെ ആളുകളുണ്ടെങ്കിൽ നിങ്ങളാക്കി മാറ്റിക്കോളും. നിങ്ങൾക്കതിൽ പരാതിയുണ്ടെന്ന് അറിയുമ്പോൾ ജനപ്രതിനിധികളല്ലേ, അവര് പൊതുപ്രവർത്തകരല്ലേ, അവർ ഒരു മാറ്റിക്കോളും. നാഗർകോവിൽ വഴി ബാംഗ്ലൂർ പോകുന്ന ഇടത്ത് 16 സ്വകാര്യ ബസ്സുകളുണ്ട്, ഈ മൾട്ടി ആക്സിൽ വോൾവോ ബസ്സുകളുള്ളത്. നമുക്ക് ആകെ 2 ബസ്സാണ് ആ റൂട്ടിലുള്ളത്. ഇത് ഒന്നേ ഇപ്പോൾ ഓടുന്നു. നമുക്ക് അതുവഴി പോകുമ്പോൾ കളക്ഷൻ കുറവെന്നാണ് ഇവർ പറയുന്നത്. അതാണ് പ്രശ്നം. ഞാൻ അതിനെ ഓടിക്കാൻ പരിപാടിയുണ്ട്. പക്ഷെ മാത്രമല്ല, അവരൊക്കെ സ്പീഡ് ഗവർണർ ഊരിയിട്ടിരിക്കുകയാണ്. 100 കിലോമീറ്റർ മേളിൽ കയറി തമിഴ്നാട്ടിൽ ഓടിയിട്ടേ നമുക്ക് പ്രയോജനമുള്ളൂ. അപ്പം നമ്മളും സ്പീഡിൽ ഒരു വ്യത്യാസം വരുത്താൻ പോവുക. നമുക്ക് 80 വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആ റോഡിൽ കൂടെ നമ്മൾ കയറി ഓടിയാലും നമുക്ക് ഈ മൾട്ടി ആക്സിൽ ഓൾഡ് ബസ്സാണെങ്കിൽ പോലും നമുക്ക് ഓടിയെത്താൻ പറ്റുന്നില്ല. കാരണം നമ്മൾ അല്ലെങ്കിൽ 100ലേക്ക് മാറ്റണം. അത് നിയമവിരുദ്ധമായിട്ട് KSRTC ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സജഷൻ ഉണ്ട്, ഹൈവേകളിൽ 100 ആക്കണം എന്ന് പറഞ്ഞിട്ട്. ആ ഉത്തരവ് വന്ന ഉടൻ തന്നെ ഇതഴിച്ച് 100 ആക്കിയാൽ നമുക്കതിലെ ഓടിക്കാൻ പറ്റും. നമ്മളെ വണ്ടി ഓടിയെത്താൻ പറ്റുന്നില്ലെന്നാണ് അവരെ പരാതി. പക്ഷെ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ വഴി പോകുന്ന വണ്ടിക്ക് കളക്ഷൻ കുറവെന്നാണ് പറയുന്നത്. പക്ഷേ ഇനി വോൾവോ പുതിയ വണ്ടികളിൽ ഇട്ട് നോക്കിയാൽ അറിയാം. നമ്മൾ സ്ലീപ്പർ ഇപ്പോൾ ഇടാൻ പോകുന്ന എറണാകുളത്ത് നമ്മുടെ സ്ലീപ്പറാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നോക്കാം, നാഗർകോവിൽ വഴി. പക്ഷേ ഞാൻ ചോദിച്ചു, അപ്പം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻ പറയുന്ന അത്ര പോസിബിലിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു സ്പീഡിന്റെ പ്രശ്നം അവർ പറഞ്ഞു. അപ്പം നമുക്ക് എങ്ങനെ നിയമവിരുദ്ധമായിട്ട് ഇത് അഴിച്ചു വയ്ക്കാൻ പറ്റില്ല. നമ്മൾ നിയമപരമായി തന്നെ 100ലേക്ക് മാറ്റും. അതിന് പ്രപ്പോസൽ ട്രാൻസ്പോർട്ട് കമ്മീഷൻ തന്നിട്ടുണ്ട്. അത് ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത ഉടനെ അത് മാറും. അതിനിപ്പോ MLA ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ AS ആയിട്ടുണ്ട് അല്ലേ? AS ആയിട്ടില്ല. MLA ഫണ്ട് എസ്റ്റിമേറ്റ് എല്ലാം കൊടുത്തു. MLA ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. നമ്മൾ മാത്രമല്ല, ഇന്ന് നമ്മൾ ഒരു പിൽഗ്രിം ടൂറിസം ആരംഭിക്കുകയാണ് KSRTC. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ ക്ഷേത്രങ്ങളിലേക്കും പള്ളികളിലേക്കും പ്രധാനപ്പെട്ട പള്ളി. എരുമേലിയിൽ ഒരു കേസുണ്ട്. അല്ല, അതൊരു കേസുണ്ട്. അവരുടേതാണെന്ന് പറഞ്ഞ ഒരു പാർട്ടി ഒരു കേസ് കൊടുത്തു. പക്ഷെ അത് ദേവസ്വം ബോർഡ് നമുക്ക് ലീസിന് തന്ന സ്ഥലമാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് അവരുമായിട്ടാണ് കേസ് വരേണ്ടത്. തെറ്റിദ്ധരിപ്പിച്ചിട്ട് കോടതിയിൽ KSRTCയെ കക്ഷിയാക്കി ദേവസ്വം ബോർഡിനെ ഒഴിവാക്കിയിട്ട് ഒരു കള്ളത്തരം കാണിച്ചു. അതിന് അപ്പീൽ പോയിട്ടുണ്ടല്ലേ? നമ്മൾ അപ്പീൽ പോയിട്ടുണ്ട്. കാരണം KSRTC അതിൽ കക്ഷിയല്ല. KSRTCക്ക് ദേവസ്വം ബോർഡ് ലീസിന് തന്ന സ്ഥലമാണത്. അത് ദേവസ്വം ബോർഡിന്റെ സ്ഥലമാണ്. ഇത് KSRTC ഞങ്ങളുടെ സ്ഥലം കൈയടക്കി എന്ന് പറഞ്ഞാണ് കേസ്. KSRTCക്കകത്ത് റോളില്ല. ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് ദേവസ്വം ബോർഡ് ലീസിന് തന്നാണ്. നമ്മളിത് ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് പുതിയ കുറച്ച് ബസ്സുകൾ ഇറക്കുന്നുണ്ട്. പഴയ ബസ്സിനെ റീകണ്ടീഷൻ ചെയ്ത് റെഡിയാക്കി പുതിയ കളറൊക്കെ കൊടുത്ത് ബഡ്ജറ്റ് ടൂറിസത്തിന് വേണ്ടിയായിട്ട് എക്സ്ക്ലൂസീവ് ബസ്സുകളാണ്. പിന്നെ ഇതൊരു പിൽഗ്രിം ടൂറിസം തുടങ്ങിയാണ്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രധാനപ്പെട്ട ദേവാലയങ്ങൾ, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ദേവാലയങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ടൂറിസം പദ്ധതിയാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നിന്നുള്ള ഒരാൾക്ക് ഇപ്പം കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോകണം, മാടായിക്കാവിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ തനിച്ച് പോകാനൊക്കെ അമ്മമാർക്കൊക്കെ പാടായതുകൊണ്ട് നമ്മൾ സുരക്ഷിതമായിട്ട് നമ്മുടെ ട്രിപ്പ് അങ്ങനെ പോകും. അവിടെ പോയിട്ട് ഉദാഹരണത്തിന് മൃദംഗശൈലേശ്വര ക്ഷേത്രം, കൊട്ടിയൂർ ക്ഷേത്രം, മാടായിക്കാവ്, പിന്നെ മുത്തപ്പൻ, ഇതെല്ലാം തൊഴുത് വിസ്മയ പാർക്കെല്ലാം കാണിച്ച് ഒരു ദിവസം സ്റ്റേ ചെയ്ത് തിരിച്ചുകൊണ്ടിരുന്ന അത്തരത്തിലുള്ള പിൽഗ്രിം ടൂറിസം ആരംഭിക്കുകയാണ്. ഗുരുവായൂർ എല്ലാ പ്രധാന ക്ഷേത്രങ്ങളിലേക്കുണ്ട്. കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ, അങ്ങനെ ഒരു സർക്യൂട്ട്, അങ്ങനെ പുതിയ സർക്യൂട്ടുകൾ ഇന്ന് നമ്മൾ തുടങ്ങുകയാണ്. ദേവസ്വം മന്ത്രി എല്ലാ ക്ഷേത്രങ്ങളിലും KSRTCയുടെ ഈ ഒരു ട്രിപ്പിൽ വരുന്ന ആളുകൾക്ക് പ്രത്യേക ചില പരിഗണനകൾ നൽകുന്ന കാര്യത്തിൽ നടപടിയെടുക്കാൻ സമ്മതിച്ചു.